ദേവൻ എന്താ പറഞ്ഞേ? പ്രിയങ്ക ഇതുവരെ കണ്ടില്ല. പിന്നെ രാധിക പ്രിയങ്കയ്ക്ക് പകരാവോന്ന് ചോദിച്ചു. മംഗല്യച്ചരട് കഴുത്തിലുള്ള ആളല്ലേ പ്രാർത്ഥിക്കേണ്ടതെന്നും ചോദിച്ചു. അങ്ങനെ ഒരു ഗതികേടുണ്ടല്ലോ. എനിക്ക് എന്റെ രാധിക മോള് അവിടെ തനിച്ചിരിക്കുന്നതില് ഒരു സമാധാനം കിട്ടുന്നില്ലമ്മ. അവളെ കുറിച്ച് നിനക്ക് സമാധാനക്കുറവ്, അല്ലാതെ നീ പ്രസവിച്ച നിന്റെ മോളെ കുറിച്ചല്ല അല്ലേ? നേരം വെളുക്കുമ്പോഴേക്ക് എവിടുന്നെങ്കിൽ ദേവൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നാ മതിയായിരുന്നു. അമ്പലത്തിൽ ഇരിക്കുന്നവൾ എവിടെയെങ്കിലും പോയി ചത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നന്ദികേട് പറയരുതമ്മേ. എല്ലാ സമയത്തും വേഷം കെട്ടിവിടാൻ അവള് വേണമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ആള് വന്നപ്പോ അതിനെ സഹായിക്കാൻ എത്തിയത് ആരാന്ന് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? എന്താ അമ്മ ഒന്നും പറയാത്തെ? വയസ്സുകാലത്ത് എന്തിനമ്മ ഇത്രയും ശാപം വാങ്ങിച്ചു വെക്കുന്നേ? എന്നാ നീ ഒരു കാര്യം ചെയ്, ഇപ്പൊ തന്നെ കണിമംഗലത്തേക്ക് പോ. എന്നിട്ട് അവിടെയുള്ളവരെയൊക്കെ തട്ടി വിളിച്ചുണർത്തി വരുൺ താലി കെട്ടിയത് രാധികയാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് മൂത്തവൾക്ക് ദാമ്പത്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇളയവളെയും വിളിച്ചോണ്ട് ഇറങ്ങിപ്പോയിക്കോ. കണിമംഗലത്തെ മരുമോള് പ്രിയങ്കയാ, അതിനൊരു മാറ്റവും ഇല്ല. മനസ്സിലായോ നിനക്ക്? ഭഗവാനെ, കണിമംഗലത്തെ മരുമകള് അങ്ങയുടെ മുന്നിലുണ്ട്, അനുഗ്രഹിക്കണേ.